എൻ്റെ പേര് ബസാനിയോ ജോസഫ്. ഇതെൻ്റെ ഭാര്യ ഷൈനി. ഞങ്ങൾക്ക് 6 മക്കളാണുള്ളത്. ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയിലെ മുണ്ടൂർ പരിശുദ്ധ കർമ്മല മാതാവിൻ ഇടവക അംഗങ്ങളാണ്. ഞാൻ തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് അടുത്തുള്ള കേരള അസേ ആൻഡ് ഹോൾമാർക്കിംഗ് സെൻറ്റർ എന്ന് പറയുന്ന BISൻ്റെ ഒരു ഹോൾമാർക്കിംഗ് സെൻറ്ററിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 6 മക്കളിൽ മൂത്ത മകൾ ബ്ലിസ് മരിയ, രണ്ടാമത്തെ മകൾ ഇവ മരിയ, മൂന്നാമത്തെ മകൻ എൽവിയോ ജോസഫ്, നാലാമത്തെ ആൾ എൽന മരിയ, അഞ്ചാമത്തെ ആൾ ഈസ മരിയ ബസാനിയോ, ആറാമത്തെ ആൾ എസ്റ്റൽ മരിയ ബസാനിയോ. പിന്നെ ഞങ്ങളുടെ കൂടെ അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ട്. മൂത്ത മോള് ബ്ലിസ് മരിയ ബസാനിയോ. അവള് ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞു. 4 മൊഡ്യൂൾസും കിട്ടി. അവള് ഈ ഒക്ടോബറിൽ പോവും. അവൾ നന്നായി വരയ്ക്കും, പിന്നെ പാട്ട് പാടും. കൊയറിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്നെ വീട്ടിലെ അവൾ അടിച്ചുവാരി അങ്ങനെ സഹായത്തിൽ ഒക്കെ അവൾ മുൻപോട്ട് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മോള് ഇവ മരിയ ബസാനിയോ. അവൾ +1 പഠിക്കുന്നു. അവള് സയൻസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അവള് മൂത്ത ആള് അടിച്ചു വരാച്ചെങ്കിൽ അവള് തുടക്കിയ അവൾക്ക് സപ്പോർട്ടായിട്ട് അവള് നിൽക്കും. അവളാണെച്ചെങ്കിൽ നന്നായി ഡാൻസ് കളിക്കും. സ്കൂളിലായാലും കാറ്റീസത്തിനായാലും എല്ലാത്തിനും നല്ല ഡാൻസിന്. പിന്നെ ഭരതനാട്യം കഴിഞ്ഞു, ഇപ്പോൾ മോഹിനിയാട്ടം ഇപ്പോൾ അരങ്ങേറ്റത്തിന് നിൽക്കുകയാണ്. പിന്നെ മൂന്നാമത്തത് മോനാണ്. അവൻ എൽവിയോ ജോസഫ് ബസാനിയോ. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ കുൾഫു ആണ് അവൻ്റെ ആക്ടിവിറ്റി. അതിനൊക്കെ 2 പ്രാവശ്യം ഇപ്പോൾ മത്സരത്തിന് പോവലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഓൾട്ടർ ബോയിൽ ഇതാണ്. കഴിഞ്ഞ കൊല്ലാണ് അവൻ കയറിയത്. അവൻ എല്ലാ ദിവസവും മുളകാണ്ട് പോകും. പിന്നെ അവന് ഇന്ന പണിയൊന്നുമില്ല. അവൻ ഒപ്പം നിന്നിട്ട് എന്നെ സഹായിക്കും. വന്നിട്ട് ചോദിക്കും, അമ്മ എന്താ ചെയ്ത് തരണ്ടേന്ന് ചോദിക്കും. പിന്നെ 4ാമത്തത് മോള് എൽന മരിയ ബസാനിയോ. അവൾ 6th പഠിക്കുന്നു. അവളും ഡാൻസാണ്, പാട്ടും പാടും നന്നായി. അങ്ങനെ ഇല്ല, അവർ കളിയിൽ തന്നെ നമ്മുടെ കുർബാനയുടെ ഇതിൽ ഉള്ള ചേച്ചി കൊയറിലുണ്ടായിരുന്ന കാരണം ഒരു ബുക്കുണ്ട്. അപ്പോൾ ആ ബുക്ക് എടുത്ത് വെച്ചിട്ട് അവളും 5ാമത്തെ മോളും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് പാടലും ഇതൊക്കെയാണ്. അവൾ നന്നായി. അവളും അങ്ങനെ എന്നെ അവൾക്ക് പറ്റണ പോലെയൊക്കെയും അവൾ സഹായിക്കും. പിന്നെ 5ാമത്തത് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുക ഈസ മരിയ ബസാനിയോ. അവൾ ഡാൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളും ഈ 4ാമത്തെ മോളുടെ ഒപ്പം ഉള്ള ഒരു ഇത്. പിന്നെ താഴെയുള്ളത് എസ്റ്റൽ മരിയ ബസാനിയോ. മോള് ഞങ്ങൾ 6 മാസമായപ്പോൾ തൊട്ടിട്ട് അവളെ ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി തുടങ്ങിയതാണ്. അപ്പം ഒരു വയസ്സായപ്പോൾ തൊട്ടിട്ട് തന്നെ അന്നാപസക എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം മക്കളെ പോകുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ അവിടെ ചിലപ്പോൾ ഉറങ്ങുകയൊക്കെ ആവും ചെയ്യുന്നുണ്ടാവുക. എന്നാലും ഉറങ്ങിയാലും കുഴപ്പമില്ല, അവരത് കേൾക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വയസ്സാവുമ്പോഴേക്കും അങ്ങനെ പാട്ടും അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം LKG പഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ 6 മക്കളാണ് ഉള്ളത്. ഞാൻ 5ാമത്തെ മകനാണ്. അപ്പം ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിലുള്ളതായതുകൊണ്ട് അന്ന് മുതലേ കൂടുതൽ ആളുകൾ വേണം, മക്കൾ വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് 1ാമത്തെ മകളുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് 2 എണ്ണം അബോർഷനായി പോയി. അപ്പോൾ കൂടുതൽ നമ്മൾ ഒരു ധ്യാനത്തിനൊക്കെ പോയി ഞങ്ങൾ 2 ആളും കൂടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് അട്ടപ്പാടിയിൽ പോയി, വട്ടായിലച്ചൻ്റെ അവിടെ പോയി ധ്യാനത്തിലൊക്കെ പോയി. അപ്പോൾ ഇനിയും മക്കൾ കൂടുതൽ ആവശ്യമുള്ളവരും 5 മക്കളെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരൊക്കെ ആൾക്കാരുടെ മുന്നിലേക്ക് വരാനായിട്ട് പറയണ്ടായി. അപ്പോൾ ഞങ്ങൾ 2 പേരും അന്ന് അവിടെ പോയി മുട്ടുത്തി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോന്നു. അത് കഴിഞ്ഞ് വന്നിട്ടാണ് 2ാമത്തെ മകളുണ്ടായത്. പിന്നെ അവിടുന്ന് 2ാമത്തെ കഴിഞ്ഞ് പിന്നെ അടുത്തത് ഉണ്ടായപ്പോൾ അത് ട്യൂബിലായിപ്പോയി. എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അത് ഒരു സർജറി ചെയ്യേണ്ടി വന്നു. അത് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് മകനുണ്ടായി, 3ാമത്തത്. പിന്നെ 4ഉം 5ഉം ഉണ്ടായി കഴിഞ്ഞു. 6ാമത്തെ ആളുണ്ടായി. പിന്നെ തുടർന്ന്
പിന്നെ കഴിഞ്ഞ വർഷത്തിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5-2 മാസത്തോളം ആയപ്പോൾ അത് അബോർഷൻ ചെയ്യേണ്ടി വന്നത്. അപ്പം അങ്ങനെ 6 പേരിൽ നിൽക്കണം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇനിയും മക്കളെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് ശരിക്കും 10 മക്കളെ തന്നിട്ടുണ്ട്. 6 മക്കളാണ് എൻ്റെ ഒപ്പമുള്ളത്. 4 മാലാകുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾക്ക് അപ്പനമ്മയ്ക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗത്തിലിരുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ 6 മക്കളെ കിട്ടാൻ നമുക്ക് ഒരു മോള് കഴിഞ്ഞിട്ട് പിന്നെ 2 പോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവണതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഇതൊന്നും നടക്കില്ല നമുക്ക്. അപ്പോൾ ആ ഒരു ബോധ്യം എനിക്ക് തമ്പുരാൻ വെളിപ്പെടുത്തി തന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് എത്ര മക്കളെ തന്നാലും ഞാൻ സ്വീകരിക്കുക. അത് എത്ര വേദന ആയിക്കോട്ടെ, അത് ഞാനതിൽ ഇതായി. അപ്പോൾ ആയിട്ട് കഴിഞ്ഞ് ഇത് എന്തൊട്ട് പ്രസവത്തിൻ്റെ വേദന മാത്രമല്ല, അത് കഴിയുമ്പോഴേക്കും അലർജി വരാറുണ്ട്. ഒരു 2-3 മാസം മെയിലിൽ മുഴുവൻ നീര് വന്ന് പ്രസവം കഴിഞ്ഞിട്ട് മെയിലിൽ മുഴുവൻ നീര് വന്നിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ അത്രയധികം വേദനകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. എന്നാലും എനിക്ക് ഇത് തമ്പുരാൻ തരുന്നതാണല്ലോ, അല്ലാണ്ട് നമ്മുടേതായോ ഒരു ഇത് കൊണ്ടും കിട്ടില്ല. പക്ഷെ അത് ആൾക്കാർക്ക് അറിയണില്ല. ചിലവർ 1-2 എണ്ണ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരത് നിർത്തുകയാണ്. അപ്പോൾ അവർക്കത് നമ്മുടെ കഴിവുകൊണ്ടാണ് അത് ഉണ്ടാവണേന്നാണ് അവരുടെ വിചാരം. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കറിയാം ഇത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല എന്ന്. അപ്പോൾ ഞങ്ങളെ കളിയാക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പം നമുക്കുള്ളിൽ അറിയാം അത് തമ്പുരാൻ്റെ കഴിവ്, അല്ലാണ്ട് നമ്മുടെ ഒരു കഴിവുകൊണ്ട് ഉണ്ടാവണ മക്കളല്ലല്ലോ. അപ്പോൾ പോയപ്പോൾ എനിക്ക് ചേട്ടനത് ഭയങ്കര വിഷമമായി. ഞാൻ അന്ന് അത് കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കരയുമ്പോൾ അവസാനം ചേട്ടനും കരഞ്ഞു തുടങ്ങി. ഞങ്ങൾ അത്രയധികം ആ കൊച്ചിനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ആൾക്കാർ കളയാന്ന് പറയുമ്പോൾ ദൈവം അവർ കളയാന്ന് വെച്ചെങ്കിൽ ആ കളയണ ആ കൊച്ചിനെ എനിക്ക് തന്നൂടെ. ഞാൻ ചോദിക്കാറുണ്ട് മാധവനോട്, ആ കളയണ കൊച്ചിനെങ്കിലും എനിക്ക് തന്നൂടെ, ഞാൻ നോക്കിക്കൊണ്ട്, അവർക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടെന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മളൊരു വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഭൗതികമായിട്ടുള്ള സമ്പത്ത് അതൊന്നല്ല ഇവിടെ. ദൈവത്തിൽ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. പലർക്കും ഈ ഒരു ചിന്തയാണ് ഉള്ളത്. കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ ഇവരുടെ ചിലവുകൾ, വിദ്യാഭ്യാസത്തിൻ്റെ ചിലവുകൾ, മറ്റ് ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അത് ദൈവം തക്ക സമയത്ത് ഇടപെടുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് ഇടപെടും. അത് ഒരു വചനത്തിലൂടെ പറയാം. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നമുക്ക് ആകുലതകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ കൂടുതൽ വചനം വായിക്കാനും അത് ഹൃദിസ്ഥമാക്കിക്കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വചനങ്ങൾ നമുക്ക് വരും. അപ്പോൾ നമുക്ക് അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് മത്തായി 6:33 പറയുന്നത്. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നമുക്കത് പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ കൊച്ച് അത് വരുമ്പോൾ നമുക്ക് കൂടുതൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. അവരെ എങ്ങനെയെങ്കിലും നമ്മൾ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ ഘട്ടം വളരുന്നതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന കൂടും. നമുക്ക് പള്ളിയിൽ അയച്ചെന്നാൽ അത് നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാം. വന്ന് ചെന്ന് മുട്ടുത്തി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ 6 മക്കളെ സമർപ്പിക്കും നമ്മൾ ആദ്യം തന്നെ. എന്നിട്ട് പിന്നെ എന്നും അങ്ങനെ നമ്മൾ സമർപ്പിക്കും മക്കളെ. അപ്പം നമുക്ക് പിന്നെ കഴിയോളം നമുക്ക് വേറെ ഒരു ശ്രദ്ധയിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. നമുക്ക് ആ ഒരു യേശുവിൻ്റെ ക്രൂശ് രൂപം നോക്കി നമുക്ക് ആ കുർബാന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ മക്കള് സ്കൂളിൽ പോവുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു മടുപ്പില്ല. മക്കൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജോലിയിലൊക്കെ വരുമാനത്തിലൊക്കെ വർധന ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ശമ്പളമൊക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനൊരു കുറവ് ദൈവം ഇതുവരെ വരുത്തിയിട്ടില്ല. എന്താവശ്യങ്ങളുണ്ടായാലും അതിന് തക്ക സമയത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ ഒരു മനോഹരമായ വീട്
ഞങ്ങൾ വളരെ നാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു വീട് പണിയാൻ. പഴയ വീട് ഒരു 40 വർഷത്തോളം പഴക്കമുള്ള ഒരു ടെറസ് വീട് തന്നെയായിരുന്നു. പക്ഷേ അത് സൗകര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങളത് പൊളിച്ച് പണിയണമെന്നൊക്കെ ആലോചിച്ച് കുറേ വർഷങ്ങൾ അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ദൈവം തക്ക സമയത്ത് തന്നെ അതിന് യോജിച്ച സമയം വന്നപ്പോൾ ഞങ്ങൾക്ക് അത് മനോഹരമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും മനോഹരമായിട്ടൊരു വീട് ഒരുക്കി തന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഈ മക്കൾ കൂടിയോണ്ട് ഓരോ മക്കൾ വരുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള ഞങ്ങളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിനുള്ള അഭിവൃദ്ധി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ സന്തോഷം തന്നെയാണ്. അത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ച് വീട്ടിലൊക്കെ വരുമ്പോൾ എല്ലാ മക്കളും കൂടി ഓടി വന്ന് നമ്മളെ സ്വീകരിക്കുന്നതൊക്കെ അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ കൂടുതൽ വിശേഷങ്ങളായി ഇവരായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഒക്കെ നമുക്ക് നല്ലൊരു അനുഭവങ്ങളാണ് മക്കളായിട്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൂടുതൽ മക്കൾ കാണുമ്പോൾ ചിലവർക്കെങ്കിലും അതിനെ അസ്വസ്ഥപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ അതൊരു പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഞങ്ങൾക്ക് 5 പെൺകുട്ടികളാണ്, 3ാമത്തെ ആൺകുട്ടിയുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടികൾ കൂടുതലുള്ളതുകൊണ്ട് ബാക്കി കാണുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു വിഷമമുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ കൂടുതൽ പെൺകുട്ടികളുണ്ട്, ഇവരനൊക്കെ എങ്ങനെ ബാക്കി അവരുടെ ജീവിത മാർഗ്ഗങ്ങളിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അതിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യം വന്നിട്ടില്ല. പഠനത്തിന്റെ മേഖലയിലാകുമ്പോൾ ഈ മൂത്തവർ 2 പേര് ഇപ്പോൾ മുതിർന്നുല്ലോ. അപ്പോൾ അവർക്ക് ഇത്തിരിയും കൂടി കാര്യങ്ങളൊക്കെ ഇത്തിരി അറിവായില്ല. അപ്പം അതേവരെ 6ൽ 7ൽ പഠിക്കുന്ന മക്കളൊക്കെ ഓരോന്ന് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേറെ പണി ഉണ്ടാവും. അപ്പം നമ്മൾ ചേച്ചിമാരോട് പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ വരയ്ക്കുക, പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നില്ല. അതൊരു മൂത്ത മക്കൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവും സഹായം. പിന്നെ വീട്ടിൽ ജോലികളായാലും അത് അവർ ഓരോ സെക്ഷനായിട്ട് ചെയ്യും. മോനാണെച്ചെങ്കിൽ അവനെ എല്ലാ പണിയും ചെയ്യും. അവന് അമ്മ എന്ത് ചെയ്യണ്ടേന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ മൂത്ത 2 മക്കളതെ അവർ ഇല്ലാണ്ടാവുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. നമ്മളെ സഹായിച്ചിട്ട് വല്ലൊരു ദിവസം അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ എന്നെ സഹായിക്കും. എനിക്ക് അവിടെ അടുക്കളയിലുള്ള ഒരു വെക്കണം അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. പിന്നെ അമ്മയുണ്ടല്ലോ, അപ്പം അമ്മയും ഞങ്ങളെ സഹായിക്കും. ഞാനത് കാണാൻ പോകുമ്പോൾ അന്ന് ഒരു പച്ച സാരി എടുത്തിട്ടാണ് അവൾ നിന്നിരുന്നത്. ഒരു ലൈറ്റ് കളർ പച്ച ചെക്കായിട്ടുള്ള ഷർട്ട് ഇട്ടിട്ട് ചേട്ടനും പപ്പയും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങളെല്ലാം വളരെ സ്പീഡായിട്ട് ചെയ്യും, ദേഷ്യപ്പെടില്ല അധികം. പിന്നെ എല്ലാം വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്. എനിക്ക് അത്രയും പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിലും അവളതൊക്കെ തലേദിവസം തന്നെ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. വലിയ സാധനങ്ങളല്ല, ഒരു ചേട്ടന് സാധിക്കുന്ന സാധനങ്ങളൊക്കെ അനുസരിച്ച് പെട്ടെന്ന് വാങ്ങിത്തരും. ഒരു നിശ്ചയദാർഢ്യം. അപ്പോൾ ഓരോ കാര്യങ്ങളിലും അത് വിചാരിച്ചു കഴിഞ്ഞാൽ ആളത് നേടിയിരിക്കും. കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് അത്ര വശമില്ല എങ്കിലും വല്ല നാളികേരം ചെറിയ കൊടുക്കുക അല്ലെങ്കിൽ വേറെ മറ്റ് അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ നിന്നിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ നമ്മളെങ്ങനെയും കൊണ്ടുപോകാൻ പറഞ്ഞ വലിയ ഒഴിവുള്ള സമയമൊക്കെ അനുസരിച്ച് നമ്മളെ പുറത്തേക്ക് വേഗം കൊണ്ടുപോകും. പരാതികളൊക്കെ ഒരു ദിവസത്തിലും കൂടുതൽ അങ്ങനെ വിഷമതകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനാണ് കൂടുതൽ ദേഷ്യപ്പെടുക, ചേട്ടൻ സൈലൻ്റായി നിൽക്കും. എന്തെങ്കിലും ഭാഗത്തുനിന്ന് ഒരാളുടെ ഭാഗത്തുണ്ടാവും, മറ്റാളൊന്ന് സൈലന്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ചേട്ടൻ ആദ്യമേ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കുർബാനയ്ക്ക് പോവും. അപ്പം എന്നെ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ പിന്നെ പണികാരനെ ഞാൻ ഇത്തിരി സ്ലോ. പിന്നെ നമുക്ക് കൊറോണയ്ക്കും തുടങ്ങി. ആ സമയത്ത് നോക്കുമ്പോൾ പിന്നെ അമ്മയ്ക്കും ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്കുണ്ട് വീട്ടിൽ. അപ്പം ഞാൻ പിന്നെ ചേട്ടനൊപ്പം പോയി തുടങ്ങി. അപ്പം എന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മക്കളെ ഒപ്പം കൊണ്ടുപോവും. അപ്പം അതിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണില്ല. ആ സമയത്തൊരു തിരക്കുണ്ടായിരിക്കും,
പക്ഷെ അത് അങ്ങനെ പോകും തോറും നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുക ചെയ്യണേ. പുസ്തകമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ സജീവമായിട്ട് വിശുദ്ധ കുർബാനയിൽ കൂടുതൽ പങ്കാളിത്തം സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കും. പല വിചാരങ്ങളൊന്നും ഇല്ലാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. പിന്നെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. കൂടുതൽ ആവശ്യങ്ങൾ പറയുന്നതിനേക്കാളുപരി നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ പരമാവധി ഇങ്ങനെയുള്ള വിശുദ്ധ കുർബാനയായാലും മറ്റു പ്രാർത്ഥനകളായാലും അതിൽ നമ്മൾ ചെയ്യാറുള്ളത്. എൻ്റെ മക്കളിലൂടെയാണ് ഞാൻ മക്കളോടും പിന്നെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരിനെയും കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഈശോയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവരിലേക്ക് സ്നേഹിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഈശോനെ സ്നേഹിക്കും. ബൈബിൾ വായിക്കുന്നുണ്ട് ദിവസം, പിന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറി ഈ പറഞ്ഞ ഒരു ആശയത്തിലേക്ക് ഞാനും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ആയിട്ട് അല്ലെങ്കിൽ മക്കളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. മറ്റ് ബന്ധങ്ങൾക്കൊന്നും അവിടെ ഇപ്പോൾ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അല്ലെങ്കിൽ അമ്മ അപ്പൻ അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ മാറി ആളുകൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കൂടുതൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലായിട്ട് കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രസവിക്കുന്ന സൗന്ദര്യം കുറഞ്ഞു പോകണമെന്നില്ല എന്നൊക്കെ തോന്നണേ. ഞാനിപ്പോൾ 6 മക്കളെ പ്രസവിച്ചു, പിന്നെ 3 DNC, ഒരു ഓപ്പറേഷൻ, ഇതൊക്കെ കഴിഞ്ഞൊരു 10 നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പിന്നെ സ്വല്പം വയറ് അങ്ങനത്തെ അങ്ങനെ ചാടി വരും, അതൊക്കെ ഉണ്ടാവും. എന്നാലും സൗന്ദര്യം പോകുന്നില്ല. പിന്നെ വേദനകൾ വിഷമം ഇതിപ്പോൾ നമ്മൾ പ്രസവിച്ചില്ലെങ്കിലും ആ തണ്ടൽ വേദന, കാലുവേദന അതൊക്കെ നമുക്കൊരു പ്രായമാകുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കണതും ബൈബിൾ വായിക്കണതും എന്നിട്ട് പ്രഗ്നൻസി സമയത്ത് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചുങ്ങൾ അത് ഓട്ടോമാറ്റിക്കായി പ്രസവം കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനും വേഗം തന്നെ പ്രാർത്ഥിക്കാനും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകൾ വേഗം വേഗം ചെല്ലുവാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്കില്ല. നമുക്ക് പിന്നെ യാത്രയൊക്കെ അറിയാലോ, ഇത്രയും 6 മക്കളും ഭാര്യയും അമ്മയും ഇവരൊക്കെ ആയിട്ട് പോകാന്ന് പറയുമ്പോൾ തന്നെ വലിയ യാത്രകൾ ചെയ്യാനൊക്കെ ആയിട്ട് അതൊരു സാമ്പത്തിക ഒരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പ്ലാനുകളൊന്നും ഇല്ല. എന്നാലും ചെറിയ യാത്രകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ അവിടെ വരെ പോവും, പിള്ളേരിനെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് കൊണ്ടുപോകും, അത്രമാത്രമേ ഉള്ളൂ. ദശാംശം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. ദശാംശം കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം ദൈവം അവിടെ നമുക്ക് തരും. അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലുള്ളതാണത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ട് കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് തുറന്നു തരും ദൈവം. അവിടെ അടുത്ത് നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ ഉണ്ട്. അപ്പോൾ അവിടെയാണ് എൻ്റെ 6 മക്കളും പഠിക്കുന്നത്. ഒരാൾ അവിടുന്ന് കഴിഞ്ഞു പോകുന്നു, ബാക്കി 5 മക്കളുണ്ട്. അപ്പോൾ 4ാമത്തെ മക്കൾ തൊട്ടിട്ടുള്ള ഫീസ് അവിടെ ഇളവ് തന്നിട്ടുണ്ട്. വിവാഹം അത് ഒരു 27-28 വയസ്സിലൊക്കെ നടക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ കല്യാണം അതുപോലെ ആയിരുന്നു. 28 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. ആ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് വൈകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ നമ്മുടെ സഭയിൽ തന്നെ അറിയാലോ, നമുക്ക് ഒട്ടനവധി ചെറുപ്പക്കാർ തക്കതായ ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിനെ പഠിപ്പൊരു വലിയൊരു ഘടകമാണ് അതിൽ. നമ്മുടെ സ്ത്രീകൾ കൂടുതൽ പഠിപ്പുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു ആ ജീവിത സാഹചര്യത്തിലുള്ള ആളുകൾ തന്നെയാണ് അവർ നോക്കുക. എന്തായാലും പഠിപ്പ് വേണം. പഠിപ്പിന് വല്ലാണ്ട് വയസ്സ് 25-ന് മേലെ പോകാണ്ട് ഒരു 24-23 വയസ്സാകുമ്പോൾ ആൺകുട്ടികൾക്കൊരു 28 വയസ്സ് അങ്ങനെ ഒരു വല്ലാണ്ട് പ്രായം കൂടി പോകാണ്ട് കഴിച്ച് പിന്നെ അധികം വൈകിക്കാണ്ട് കഴിഞ്ഞാലും അവർ വൈകിക്കണമല്ലോ. അത് വൈകിക്കാണ്ട് കുട്ടികളുണ്ടായി കഴിഞ്ഞ് പിന്നെ അവർക്ക് അവരുടേതായ ഇതിലേക്ക് പോകും. ഇപ്പോൾ യൗവനത്തിൽ ജനിക്കുന്ന മക്കളല്ലേ, അപ്പം അങ്ങനെ ജനിക്കുന്ന മക്കളാവുമ്പോൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനും പിടിക്കാനും ഇതിലേക്ക് പറ്റും. മൊബൈൽ ഫോണ് തന്നെ അതുപോലെ നമ്മുടെ നവമാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, ഫേസ്ബുക്കും വാട്സപ്പൊക്കെ. അത് ഇല്ലാത്ത ഒരു ജീവിതം ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ.
അപ്പോൾ അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ പല പ്രസ്ഥാനത്തിലും ഈ കുടുംബ കൂട്ടായ്മ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണത്. പല മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കത് ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്താണ് ഈ കുട്ടികൾക്ക് കൂടുതൽ ഇതിൻ്റെ ഉപയോഗം വന്നത്. അപ്പോൾ അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. എങ്കിലും കുറേ നമ്മൾ നിയന്ത്രണങ്ങളുണ്ട്. ഒരാളെ ഫോണുള്ളോ കൊടുത്തിട്ടുള്ളോ, പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അത് ഉപയോഗിക്കുക. വൈകിട്ട് അതൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാനായിട്ട് പറയും. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ തന്നെയാണ് അത് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അത് തീരെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്തായാലും ഇന്നത്തെ കാലത്ത്. അവർക്ക് ഫോൺ കാണുമ്പോൾ ഇത്തിരി കൂടുതൽ, പക്ഷേ നമ്മൾ ഫേസ് ലോക്ക് അങ്ങനെ നമ്മുടെ ലോക്ക് അതൊക്കെ വെച്ചിട്ട് അവർക്ക് അങ്ങനെ ഓടി വന്ന് എടുത്തുകൊണ്ട് പോയി തുറക്കാൻ പറ്റില്ല. അവർ അടുത്ത് വന്നിട്ട് അമ്മ അത് തുറന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ തുറന്നു കൊടുത്താലേ തന്നെ അവർക്ക് കിട്ടുള്ളൂ. പിന്നെ ഗ്രൂപ്പിൽ പഠിക്കാനുള്ളതൊന്നും ഇപ്പോൾ വിടണില്ല, പക്ഷെ എന്നാലും ചെറിയ മെസ്സേജുകൾ വരും. ഇപ്പോൾ അവർക്ക് എക്സാം ഉണ്ട് എന്നുള്ളതും. അപ്പോൾ എനിക്ക് ഇവർ എല്ലാവരും കൂടി ഉള്ളാകുമ്പോൾ എനിക്ക് എല്ലാവരും നോക്കിയിട്ട് വരിക. അപ്പോൾ ഓരോരുത്തർ അവരവരെ നോക്കിക്കോളാൻ പറയും. അങ്ങനെ തുറന്ന് അങ്ങനെ കൊടുക്കും. അല്ലാണ്ട് അങ്ങനെയില്ല. പിന്നെ TV-യിൽ യൂട്യൂബ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അത് നമ്മൾ എല്ലാവരും ഇരുന്ന് കാണുമ്പോൾ തന്നെയാണല്ലോ. ഒരു വേറെ അങ്ങനെ പേഴ്സണലായി പോയി കാണുന്നപ്പോൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കുറച്ച് നേരം എന്തായാലും അവർ കാണും. അത് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുമൊന്നുമില്ല. ഫോണൊന്നും അങ്ങനെ നമ്മൾ അങ്ങനെ കൊടുക്കൊന്നുമില്ല. 4 പേര് ഇപ്പോൾ കാറ്റീസം ഇവിടെ പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ ചെറിയ ആൾ പോയി തുടങ്ങിയിട്ടില്ല. പിന്നെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും പങ്കെടുക്കും. അത് നിർബന്ധമാണ്. ഒരു 14 വർഷത്തിലധികമായിട്ട് ഞാൻ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ. പിന്നെ ഭാര്യയായാലും മക്കളായാലും ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഇവിടെ നമ്മുടെ പള്ളിയിലെ കുർബാനയുണ്ട്. അപ്പോൾ അവർ നിർബന്ധമായിട്ട് അതിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കാറ്റീസും മുടങ്ങാറില്ല. നമ്മൾ എല്ലാ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ജൂനിയർ CLC-യിലും, പിന്നെ ഉള്ള ആൾ ഓൾട്ടർ ബോയ്സിലുണ്ട് മകൻ, പിന്നത്തെ ആൾ തിരുവാൾ സഖ്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പള്ളിയോട് ചേർത്ത് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മക്കൾക്കൊക്കെ ഇപ്പോൾ അവർക്ക് രഹസ്യങ്ങൾ ചെല്ലാൻ കിട്ടാത്തൊരവസ്ഥയിലായി. കാരണം 5 രഹസ്യമുള്ളൂ. ഇപ്പോൾ 6 പേരുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രഹസ്യം ചെല്ലണം. അപ്പോൾ ഇനി ചെറിയ ആൾ വലുതായി വരുമ്പോഴാണ്. അപ്പോഴേക്കും പിന്നെ മൂത്ത ആൾ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ അത് കുഴപ്പമുണ്ട്, അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നു. കാറ്റീസത്തിന് അവർ 1 തൊട്ടിട്ട് മൂത്ത മോള് 1 മുടങ്ങിയിട്ടുണ്ടാവും, 1-ലെങ്ങാനും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരാളും മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കൊല്ലം അവർ ഫുൾ അറ്റൻഡൻസ് ആണ്. പിന്നെ കുടുംബ പ്രാർത്ഥന നമ്മൾ കൃത്യം ഒരു 8 മണി സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ എത്തിയിരിക്കും. എല്ലാവരും ആ 8 മണി സമയത്ത് വീട്ടിലെ എവിടെയാണെങ്കിലും 8 മണി അടിക്കുമ്പോൾ എല്ലാവരും കൂടി വരും, അന്ന് പ്രാർത്ഥിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് 21ാമത്തെ വർഷമാണ് വരുന്നത്. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 2004 ഒക്ടോബർ 10-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ധ്യാനത്തിനാണ് പോയത്. വേറെ യാത്രകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല അവസരത്തിൽ. അപ്പം ഞങ്ങൾ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ അന്ന് ധ്യാനം കൂടാൻ ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വൈഫും കൂടെ അന്ന് പോരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ധ്യാനം കൂടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത് തന്നെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പ്രാവശ്യം പ്രഗ്നൻ്റ് ആകുമ്പോഴും ഞങ്ങൾ ഓരോ ധ്യാനം നിർബന്ധമായിട്ടല്ല. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റത്തെ ആൾക്ക് മാത്രം കൂടാൻ പറ്റിയില്ല, അന്ന് കോവിഡ് കാലത്തായിരുന്നു. അതുകൊണ്ട് അന്ന് ധ്യാനം ഉണ്ടായിരുന്നില്ല. മറ്റ് ഓരോ പ്രഗ്നൻസി പീരീഡ് ടൈമിലും നമ്മളത് ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ മക്കളൊക്കെ ആയിട്ട് പോകുന്നത് ഇവിടെ അടുത്ത് ഞങ്ങളിവിടെ ഗാകുൽത്ത ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ ഈ ശനിയാഴ്ചകളിൽ യൂത്തിൻ്റെ ജാഗരണ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. അപ്പോൾ മക്കളൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകും എല്ലാവരും കൂടിയിട്ട്. താമസിച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് ഇപ്പോൾ അടുത്ത് അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ധ്യാനത്തിൽ പങ്കെടുത്തിട്ടില്ല. കാലത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തലേദിവസം കുറേ ചെയ്ത് വെക്കും ഞാൻ. അപ്പം അത് പെട്ടെന്ന് എനിക്ക് അത് ചെയ്ത് 6 മണിയാകുമ്പോഴേക്കും ഡ്രസ്സ് മാറി മക്കളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവും. പിന്നെ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ മക്കളുടേതായ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ലഞ്ച് ബോക്സ് ശരിയാക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു 8-8:45 ആകുമ്പോഴേക്കും അവർ പോകും. അവർ പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉച്ചക്കലത്തുള്ള കാര്യങ്ങളും വൈകിട്ടുള്ള കാര്യം പിന്നെ 3 മണി വരെ അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കും, കൊന്ത ചെല്ലും, ബൈബിൾ വായിക്കും. പിന്നെ അത്യാവശ്യം കൊന്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അതിൻ്റെ ഇടയിൽ. പിന്നെ അവർ 3 മണി 3:30 ആകുമ്പോഴേക്കും അവർ വരും. അപ്പോൾ അവരുടേതായ കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നു.
അങ്ങനെ മിഷൻ യാത്രകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ വചനം പറയാൻ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തുവരാത്തതുകൊണ്ട് പിന്നെ നമ്മളായിരിക്കുന്ന മേഖലയിൽ നമുക്ക് കിട്ടാവുന്ന സാധ്യതകളൊക്കെ ഉപയോഗിച്ച് വചനം പറയാമെന്നുള്ള ഒരു താല്പര്യം കൂടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടായ്മ ഞാൻ കേന്ദ്ര സമിതിയുടെ കൺവീനറായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാ യൂണിറ്റിലും വാർഷിക ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോകാറുണ്ട്. അവിടെ ഒരു ആശംസ പറയാനായിട്ട് പോകുമ്പോൾ ആ ആശംസ പ്രസംഗത്തിൽ ഒരു വചനം പറയുക എന്നുള്ളത് എൻ്റെ ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ എന്ത് കാര്യവും നമ്മളുടെ വിശേഷങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ആരെങ്കിലും നമ്മളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും ചേർത്ത് പറയാനായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയും ഞാനത്. പ്രോ ലൈഫ് നമുക്ക് കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾ, അപ്പോൾ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ നമുക്കൊരു മാതൃക കാണിക്കാൻ പറ്റാവുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അനുദിനം വിശുദ്ധ കുർബാനയിൽ എല്ലാ ഭാര്യയും മക്കളും എല്ലാവരും കൂടിയിട്ട് പങ്കെടുക്കുക എന്നുള്ള തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. പലരും അത് പറയാറുണ്ട്. അതിരൂപത പ്രോ ലൈഫ് സമിതിക്കായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടവക തലത്തിൽ ഇപ്പോൾ കൂടുതൽ മക്കളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഉള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ പ്രതിനിധി യോഗത്തിൽ ഞങ്ങളുടെ പ്രിയമുള്ള വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ബാബു അപ്പാടൻ അച്ഛൻ അത് പ്രത്യേകം താല്പര്യം എടുത്തിട്ട് അങ്ങനെ ഒരു കാര്യം തീരുമാനം എടുക്കുകയുണ്ടായി. പ്രതിനിധി യോഗത്തിൽ 4 അതിൽ കൂടുതലോ മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കൊരു 25,000 രൂപ പള്ളിയിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ സാൽവിൻ കണ്ണനായ്ക്കൽ അച്ഛനുണ്ട്. അച്ഛനൊക്കെ വലിയ സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ഉണ്ടാവുന്നൊരു കാര്യങ്ങളൊന്നുമല്ല. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മക്കളെ കിട്ടുള്ളൂ. പലരും ഇന്നത്തെ കാലത്ത് അവരുടെ ജോലി സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവരൊന്ന് സെറ്റാവട്ടെ, വീട് വെക്കട്ടെ, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ മക്കള് ഉണ്ടാവുന്നത് നീട്ടിവെക്കുന്നൊരു പ്രവണതയുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മുടെ സൗകര്യം നോക്കിയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മക്കളെ ലഭിച്ചൊന്നും വരില്ല. അപ്പോൾ ഇത് അതിൻ്റെ സമയത്ത് നടന്നു പോകേണ്ട കാര്യങ്ങളാണത്. അപ്പോൾ ജോലി മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. മക്കൾ ആദ്യം ഉണ്ടാവണം. എൻ്റെ കാലത്താണെന്നുവെച്ചെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞത് 20 വയസ്സിലാണ്. പക്ഷേ ഇപ്പോൾ അത് റേഞ്ച് മാറിപ്പോയി. ഇപ്പോൾ 24, 25 അങ്ങനെ അത് പോയി. അത് പിന്നെ അത് അങ്ങനെയായി. അതൊന്ന് കുറയ്ക്കാൻ പറഞ്ഞാൽ ആരും ഇപ്പം ഇല്ല. എല്ലാ പെൺകുട്ടികളും പഠിക്കുകയാണ്. പണ്ട് പഠിപ്പിൻ്റെ കാര്യത്തിൽ ഇത്തിരി അങ്ങനെ ഒരു ഇതായ കാലഘട്ടമായിരുന്നു. ഇപ്പം എല്ലാവരും പഠിക്കുക. അപ്പം എല്ലാ പേരൻസ് പെൺകുട്ടികളുടെ സപ്പോർട്ടാണ് പഠിക്കുക. അവരെത്ര പഠിക്കണോ അത്ര പഠിച്ചോട്ടെ എന്നുള്ളൊരു സപ്പോർട്ടാണ്. ഇപ്പോഴത്തെ തലമുറ കുട്ടികളെ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടും അവരുടെ ജോലിയുടെ ഇതുകൊണ്ടും അവർ പിന്നെയും ഗ്യാപ്പ് കൊണ്ടുവരും. ഇത്തിരി കൂടി നേരത്തെ കല്യാണം ഒരു 24, 25 വയസ്സായി കല്യാണം കഴിഞ്ഞാലും കുട്ടികൾ ഗ്യാപ്പ് ഇല്ലാണ്ട് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല.